ഹലോ നമസ്കാരം. ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ മിക്കവാറും ഈ ആഴ്ചയിൽ തന്നെ നടക്കാൻ സാധ്യതയുള്ള ഒരു എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ നമ്മുടെ അലീനയെ കാണാനായിട്ട് മനു വന്നേക്കാണല്ലോ, അലീനയും മുത്തശ്ശിയും കാണാനൊക്കെ ആയിട്ട്. ഇപ്പോൾ കൂടെ കടപ്പാട്ടൂരിലേക്ക് വരാനൊരു കാരണം മുത്തശ്ശി ഉണ്ട് എന്ന് പേര് പറഞ്ഞുകൊണ്ട് വരാം. അലീനയെ കാണാനാണ് മെയിൻ ഉദ്ദേശം. കാരണം അലീനയോട് മനുവിന് പ്രണയം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യം മനു തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് എന്ന് മനു തുറന്ന് പറയുന്നുണ്ട്. അതുപോലെ നിന്നെ കാണാനും മിണ്ടാനും സംസാരിക്കാനും നിന്നെ ഓർക്കുന്നത് പോലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞേക്കാണ് മനു. അലീനയാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ആകെ സ്തംഭിച്ച് നിൽക്കുകയാണല്ലോ. അങ്ങനെ ആ സമയത്താണ് രോഹിത്ത് വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കോളേജിലേക്കാണെന്നും പറഞ്ഞ് രോഹിത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിലും മനു വീട്ടിലുള്ളത് കാരണം രോഹിത്ത് വഴിയിൽ തന്നെ ഇങ്ങനെ നിൽക്കണം. മനു വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക കേട്ടോ പുറത്ത്. അപ്പോൾ മനു വീട്ടിൽ നിന്ന് പോകുന്നത് നോക്കി വീടിന് പുറത്ത് തന്നെ കുറച്ച് മാറിയിട്ട് മനു കാണാതെ റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മനുവിൻ്റെ കാറ് വീട്ടിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയ രോഹിത്ത് വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് കയറിയിട്ട് മനു പോയതിന് ശേഷം വീട്ടിലേക്ക് കയറി കഥ കടയ്ക്കാൻ നിൽക്കുന്ന അലീനെ കാണുന്നത് രോഹിത്ത് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. അലീനയാണെങ്കിൽ ആകെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുക കേട്ടോ, ഇതെന്താ രോഹിത്ത് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നത് എന്നോർത്തിട്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ കോളേജിൽ പോയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പോയില്ല, എനിക്ക് ഭയങ്കര തലവേദന അതുകൊണ്ട് ഞാൻ പോയില്ല. നീ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോയിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് അലീന. നീ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ? എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കോളേജിൽ പോകും, ഇല്ലെങ്കിൽ കോളേജിൽ പോയില്ല. നീ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാറി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് അകത്തേക്ക് കയറി കേട്ടോ. അങ്ങനെ രോഹിത്ത് അകത്തേക്ക് കയറിയിട്ട് അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അലീനയോട് പറയുന്നുണ്ട്, അതെ എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് വേണമെന്ന് പറയണേ, എനിക്കൊരു ലൈം ജ്യൂസ് വേണം, എനിക്ക് ഭയങ്കര തലവേദന, എൻ്റെ റൂമിലൊന്ന് കൊണ്ടുവന്ന് തന്നേക്കെന്ന് പറയുമ്പോൾ അലീനയ്ക്ക് എന്തോ പന്തികേട് തോന്നി കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, നീ ഉണ്ടാക്കി എനിക്ക് ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയണം. അപ്പോൾ അലീനയ്ക്കൊരു ആശ്വാസമുണ്ട്, ഇവിടെ റൂമിൽ കൊണ്ടുപോയി കൊടുക്കണ്ടല്ലോ, ഇവിടെ കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അലീന ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് പോവുകയാണ്. അതേ സമയം ഹരി വരിക കേട്ടോ. അലീന കിച്ചണിലേക്ക് പോയ ആ സമയത്താണ് ഹരി വരുന്നത്. അപ്പോൾ രോഹിത്തും ഹരിയും കൂടി നേരത്തെ തന്നെ ഫോണിൽ വിളിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മനുവേട്ടൻ ഇവിടെയുണ്ട്, മനുവേട്ടൻ പോയ ഉടനെ നമുക്ക് പ്ലാൻ ചെയ്യാം, നീ ഏതായാലും ഇങ്ങോട്ടേക്ക് പോരും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മനുവേട്ടൻ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ് അവർക്കൊരു പണി കിട്ടിയത്. അല്ലെങ്കിൽ രാവിലെ തന്നെ എല്ലാവരും പോയ സമയത്ത് ഹരിക്ക് എങ്ങനെയും വന്ന് കയറായിരുന്നു. അങ്ങനെ അലീനയെ കിച്ചണിലേക്ക് പറഞ്ഞേക്കണം. അതേസമയം രോഹിത്ത് ഹരിയെ വിളിക്കുകയാണ്, പെട്ടെന്ന് കയറി പോരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹരിയാണെങ്കിൽ വണ്ടി വീട്ടിലേക്ക് കയറ്റുന്നില്ല, പുറത്ത് വെച്ചിട്ട് നടന്നു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ അകത്ത് കയറുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, വേഗം റൂമിലേക്ക് കയറി പോക്കോ എന്ന് പറയണേ. അങ്ങനെ അലീന കാണാതെ റൂമിലേക്ക് കയറി പോവാട്ടോ. അലീനയാണെങ്കിൽ ഇതൊന്നും കാണുന്നില്ല, ഹരി കയറിപ്പോയതൊന്നും അലീന കണ്ടിട്ടില്ല. അലീന കിച്ചണിൽ രോഹിത്തിന് വേണ്ടിയിട്ട് ലൈം ജ്യൂസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ അത് ഉണ്ടാക്കിയതിന് ശേഷം രോഹിത്തിന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിന് എന്തോ ഒരു അസ്വാഭാവികത ഇങ്ങനെ അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. രോഹിത്ത് എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ എന്നുള്ള രീതിയിൽ. അങ്ങനെ രോഹിത്ത് അലീനയുടെ കയ്യിൽ നിന്ന് ആ ലൈം ജ്യൂസും വാങ്ങിച്ചുകൊണ്ട്, ഒരു ഗ്ലാസ്സേ വാങ്ങിച്ചിട്ടുള്ളൂ, അതും വാങ്ങിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. പോകുന്ന പോക്കിൽ രോഹിത്ത് മുകളിൽ നിന്ന് താഴേക്ക് അലീനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയിട്ടാണ് പിന്നെയും കയറി പോകുന്നുണ്ട്. അലീനയാണെങ്കിൽ ഇങ്ങനെ സംശയിച്ച് ഇങ്ങനെ നിൽക്കണം, രോഹിത്ത് എന്താ ഇരിക്കും കോളേജിൽ പോവാഞ്ഞത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംശയിച്ച് ഇങ്ങനെ നിൽക്കണം. പിന്നീട് അലീന ചെന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി രോഹിത്ത് വന്നു, കോളേജിൽ പോവാതെ തിരിച്ചു വന്നു എന്ന് പറയണേ. അവൻ തിരിച്ചു വന്നു, അവനിപ്പോൾ കോളേജിലേക്ക് പോയല്ലേ ഉള്ളൂ എന്ന് അലീനയോട് മുത്തശ്ശി ചോദിക്കുകയാണ്. അതേ മുത്തശ്ശി ഇപ്പോൾ പോയേ ഉള്ളൂ, മനുവേട്ടനും ഇപ്പോൾ പോയേ ഉള്ളൂ, മനുവേട്ടൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കഥ കടയ്ക്കാൻ നിൽക്കുകയായിരുന്നു മുത്തശ്ശി. ആ സമയത്ത് രോഹിത്ത് വന്നു, എന്നോട് ലൈം ജ്യൂസ് വേണമെന്നും പറഞ്ഞു. ഞാൻ ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു, നീ റൂമിൽ കൊണ്ടുപോയി കൊടുത്തു എന്ന് ചോദിക്കണം മുത്തശ്ശി. ഇല്ല മുത്തശ്ശി, എന്നോട് റൂമിലേക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞു, ഇവിടെ തന്നാൽ മതി, അവൻ കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു അവന്, അതും കൊണ്ട് റൂമിലേക്ക് പോയി എന്ന് പറയണം അലീന. അതേതായാലും നന്നായി, നീ അങ്ങനെ അവൻ്റെ റൂമിലേക്കൊന്നും പോകാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. എന്നാലും മുത്തശ്ശി, ഈ രോഹിത് എന്താണ് ഇങ്ങനെ ഒരു മടി കാണിക്കുന്നത്? പഠനത്തിലൊക്കെ മടി കാണിച്ചു കഴിഞ്ഞാൽ ആൺപിള്ളേരല്ലേ മുത്തശ്ശി, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെയായിപ്പോയി, ആ ഹരിയുടെ കൂട്ടുകെട്ടിൽ പെട്ടുപോയി, അതാണ് എല്ലാത്തിനും കുഴപ്പം എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. അതേസമയം ജ്യൂസുമായി റൂമിലെത്തുകയാണ് രോഹിത്ത്. ആ സമയത്ത് ഹരി അവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഹരി റൂമിലുണ്ട്. അങ്ങനെ ഹരി വന്നിട്ട് എടാ ആ കതക് കുറ്റിയിടുമെന്ന് പറയണ രോഹിത്തിനോട്. അങ്ങനെ രോഹിത്ത് കതക് കുറ്റിയിടുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് എടാ എന്തായി നീ സാധനം കൊണ്ടുവന്നു ചോദിക്കുകയാണ് രോഹിത്ത്. അപ്പോൾ രോഹിത്ത് ഹരി ആ
തൻ്റെ പോക്കറ്റിൽ നിന്ന് അവൻ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചില്ലേ മയക്കുമരുന്ന് കയറ്റിയൊരു ടാബ്ലറ്റ്, ആ ടാബ്ലറ്റ് എടുത്ത് കാണിക്കുകയാണ്. ഇതാണ് സാധനം എന്ന് പറയണം. എടാ വല്ല കുഴപ്പമുണ്ടാവുമോ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇത് കുടിക്കുമ്പോൾ ഇതാ വെള്ളത്തിൽ ലൈമിൽ നമ്മൾ കലക്കുന്നു, ഇത് അലീനെ കൊണ്ട് കുടിപ്പിക്കുന്നു. അത് കുടിക്കുമ്പോൾ അവളുടെ സ്വബോധം നഷ്ടപ്പെടും. പക്ഷെ ഉള്ളിൽ നല്ല ബോധം ഉണ്ടാവും. കൈകാലുകളൊക്കെ ഒരു തളർച്ചയായിരിക്കും, അവൾക്ക് എതിർക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറയണം. എടാ വല്ല പ്രശ്നമാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമല്ല, നീ ഇങ്ങനെ പേടിത്തോണ്ട് തന്നെ ആവല്ലേ, നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കാമെന്ന് പറയണം. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, രോഹിത് ചോദിക്കുന്നുണ്ട്, എടാ അവൾ ജ്യൂസ് കുടിച്ചില്ലെങ്കിലോ, അതൊക്കെ കുടിപ്പിക്കാനുള്ള ട്രിക്ക് നിൻ്റെ അടുത്താണ്, അവളെ കൊണ്ട് നീ ഇത് കുടിപ്പിക്കണം. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൾ എല്ലാത്തിനും നമുക്ക് സഹകരിച്ച് തന്നോളും, അവൾ എല്ലാം നമ്മൾ പറയണത് കേട്ടോളും. കാരണം അവളുടെ മനസ്സ് വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടാവും, പക്ഷെ അവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ അവൾ ഇവിടെ കിടക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാണ് ഹരി. എടാ അതല്ലടാ, ഇതൊക്കെ കാര്യങ്ങൾ പിന്നീട് അവൾ മറ്റാരോടെങ്കിലും പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ അതിനല്ലേ നമ്മുടെ കയ്യിൽ മൊബൈലുള്ളത്, നമ്മൾ എല്ലാ കാര്യങ്ങളും വീഡിയോ റെക്കോർഡാക്കി വെക്കും. അവളെങ്ങാനും ആരോടെങ്കിലും പറയാനായിട്ട് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആരോടെങ്കിലും പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ ഓൺലൈനിൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുമെന്ന് പറയാം, ഈ ലോകം മുഴുവനും കാണുമെന്ന് പറയാം. അപ്പോൾ പിന്നെ അവൾ ഒരു അക്ഷരം ഒരാളോട് പോലും ഒന്നും പറയാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ അവൾ നമ്മളുടെ അടുത്തേക്ക് വന്നോളുമെന്ന് ഹരി പറയാട്ടോ. എടാ സംഭവം കൊള്ളാമാണല്ല, നല്ല ഐഡിയ ആണ് നിൻ്റേത് എന്നൊക്കെ രോഹിത്തും പറയുന്നുണ്ട്. എന്നാൽ ഇനി അധികം വൈകണ്ട, നീ ഒരു കാര്യം ചെയ്യുക, അവളെ എങ്ങനെയെങ്കിലും റൂമിലേക്ക് വിളിക്ക് എന്ന് പറയണം. എടാ എന്തും പറഞ്ഞ് വിളിക്കും എന്ന് ചോദിക്കുമ്പോൾ, എടാ നീ പറയും ജ്യൂസ് ടേസ്റ്റ് ഇല്ല കുടിച്ചു നോക്കാൻ എന്നൊക്കെ പറ, എന്നിട്ട് അവളോട് കുടിക്കാൻ പറ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഈ സാധനം ഇതിലിടണ്ടേ എന്ന് ചോദിക്കുകയാണ് രോഹിത്. വേണം, പിന്നെ അതിടാതെയാണ് അവളോട് കുടിക്കാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട്, എവിടെ നീ കൊണ്ടുവന്ന സാധനം എന്ന് ചോദിക്കുമ്പോൾ രോഹിത് ഹരി അത് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് പൊട്ടിച്ചിട്ട് ആ ലൈം ജ്യൂസിൽ അത് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ രോഹിത് കുറച്ച് ലൈം ജ്യൂസ് കുടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ബാക്കിയിലാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ ഇളക്കി ഹരി ഇങ്ങനെ കയ്യിലെടുത്ത് പിടിക്കുന്നുണ്ട്. ഇതൊരു കുടി അവളോട് കുടിച്ചു കഴിഞ്ഞാൽ, ഇത് മുഴുവൻ അവൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട രോഹി, നമ്മുടെ പ്ലാൻ സക്സസ് ആണെന്ന് പറയാണ് ഹരി. അത് കേട്ടപ്പോൾ രോഹിത്തിനും ഭയങ്കര സന്തോഷമാവുകയാണ്. എന്താണെങ്കിലും നീ അലീനയെ വിളിക്കുന്ന ഹരി പറയാണ്, ഞാൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കാം, എന്നെ അവൾ കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഹരിയാണെങ്കിൽ രോഹിത്തിൻ്റെ റൂമിലെ ബാത്റൂം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക്, ആ ഡ്രസ്സിങ് ഏരിയയിലേക്ക് മാറി നിൽക്കുകയാണ്. അങ്ങനെ രോഹിത്ത് അലീനയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അലീന എന്ന് വിളിക്കുമ്പോൾ അലീന മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഒന്ന് വന്നേ എന്ന് പറയാം കേട്ടോ. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങോട്ടേക്കൊന്ന് വന്നേ, ഇവിടെ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്, ഒന്ന് ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട്. കയറി ചെല്ലുമ്പോൾ രോഹിത് ദേഷ്യപ്പെടുകയാണ്. നീ എന്ത് ജ്യൂസാണ് ഉണ്ടാക്കി വെച്ചേക്കണത്, ഇത് വായിൽ വെക്കാൻ കൊള്ളത്തില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ലതാണ്, നീ കുടിച്ചു നോക്കിയോ? ഇല്ലല്ലോ, നീ ഒന്ന് കുടിച്ചു നോക്ക്, അപ്പോഴറിയാം അതിൻ്റെ അവസ്ഥ. മുഴുവനും മര്യാദക്ക് ഇതിവിടെ നിന്ന് മുഴുവൻ കുടിച്ചോളണം. അതായത് എനിക്ക് വായിൽ വെക്കാൻ കൊള്ളാത്ത ജ്യൂസ് ഉണ്ടാക്കി തന്നേക്കുന്നു, എന്നോടുള്ള ദേഷ്യം തീർത്തതാണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് രോഹിത്. അലീന പറയുന്നുണ്ട്, രോഹിത്തെ നിന്നോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല, നീ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ചൊന്നും നീ അറിയാത്തത് കൊണ്ടാണ് എനിക്ക് നിന്നോട് ദേഷ്യമുള്ള, സ്നേഹം മാത്രമേ ഉള്ളൂ, എൻ്റെ കുഞ്ഞനിയനാണ് നീ എന്നൊക്കെ പറയുമ്പോൾ, ഓ നീ വലിയ പുണ്യാളത്തിയൊന്നും ചമ്മേണ്ട, നീ അതുകൊണ്ട് കുടിക്ക്, അതിൽ ടേസ്റ്റ് എന്താണെന്ന് അപ്പം നിനക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് രോഹിത് കൊടുക്കുകയാണ്. കുടിച്ചു നോക്കുക, അപ്പോഴറിയാമെന്ന് പറയണം. മുഴുവൻ കുടിച്ചോളണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാൻ കുടിച്ചിട്ട് എനിക്ക് ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമുണ്ട്, ഇതാണോ നീ എനിക്ക് ഉണ്ടാക്കി തന്നേക്കുന്നതെന്ന് പറയണം. അങ്ങനെ അലീനയ്ക്ക് കൊടുക്കുകയാണ്. ഞാനൊന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിൽ അലീന അത് വാങ്ങുന്നുണ്ട്. അങ്ങനെ അലീന അത് കുടിക്കുക കേട്ടോ, ആ ജ്യൂസ് കുടിക്കുന്നുണ്ട്. ഏകദേശം 3/4 ഭാഗത്തോളം ജ്യൂസ് കുടിക്കുകയാണ് അലീന. ജ്യൂസ് കുടിച്ച് നോക്കിയിട്ട് അലീന പറയുന്നുണ്ട്, ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ രോഹിത്, ഇതിന് എന്താ ടേസ്റ്റ് വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ രോഹിത് ഒരു പ്രത്യേക തരം ചിരിച്ചിരിക്കുക കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്ന് പറയണം. എന്താ രോഹിത് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇനി ഒന്നും പറയാനില്ല, ഞങ്ങളെ അതിൽ മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ട്, നിന്നെ മയക്കാനുള്ള മരുന്ന് ചേർത്തിട്ടുണ്ട് എന്ന് പറയട്ടോ. രോഹിത് നീ എന്താ ഈ പറയണേന്ന് ചോദിക്കുകയാണ് അലീന. അതേടി, നീ എന്താ വിചാരിച്ചത്, നീ വലിയ പുണ്യാളത്തി ചമഞ്ഞ് ഇവിടെ കിടന്ന് വിലസാമെന്നോ? ഞാൻ നിന്നെ ഒന്ന് തൊടാൻ വന്നപ്പോൾ നിനക്ക് വലിയ സൂക്കേടായിരുന്നു, ഞാൻ റൂബിയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അത് അച്ഛനെ വിളിച്ച് പറഞ്ഞ് അതിനും പാര വെച്ചേക്കുന്നു, അപ്പം നിനക്കിട്ടൊരു പണി തരണ്ടേ, അതിനുള്ളൊരു പണി തന്നതാണ് ഞാനെന്ന് പറയണ രോഹിത്.
രോഹിത് നീ എന്തായി പറയുന്നത്, നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനേ അതിൽ മയക്കുമരുന്ന് ചേർത്ത് ഗുളിക കലർത്തിയിട്ടുണ്ടായി, ഇനി നിനക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റത്തില്ല എന്ന് പറയണം. നിന്നെ ഞാൻ എന്ത് ചെയ്താലും നീ എതിർക്കാൻ പോലുള്ള ശേഷി നിനക്കുണ്ടാവില്ല, നിൻ്റെ ശരീരം തളർന്നു പോകും എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ഇതൊക്കെ കൂടി കേട്ടിട്ട് അലീന ആകെ സ്തംഭിച്ചു പോകണം. അലീനയ്ക്ക് പേടിയാവാണ് രോഹിത് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട്. അപ്പോൾ അലീനയാണെങ്കിൽ ആകെ തളർന്നു പോകട്ടോ, എന്താ ഇപ്പോൾ ഇവിടുന്ന് സംഭവിക്കുക എന്നുള്ളത് ഓർത്തിട്ട്. അങ്ങനെ പെട്ടെന്ന് അലീന രോഹിത്തിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവാൻ നിന്ന് തിരിയുന്ന സമയത്താണ് അവിടെ ഹരിയെ കാണുന്നത് കേട്ടോ. ഹരി പെട്ടെന്ന് അലീനയുടെ മുന്നിലേക്ക് വരികയാണ് ഹരി. അപ്പോൾ ഹരിയെ കണ്ടതും അലീന ആകെ പേടിച്ച് പോകട്ടോ, ആകെ ഞെട്ടിപ്പോവാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഹരി ആ റൂമിലുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതോടുകൂടിയിട്ട് അലീനയ്ക്ക് മനസ്സിലാവാണ് താൻ ട്രാപ്പിൽ പെട്ടു എന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ അലീന ഡോറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്, ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് പോകാനായിട്ട്. ആ സമയത്ത് ഹരി ഓടി വന്നിട്ട് ഡോറ് കുറ്റിയിടുകയാണേ. അലീന വീണ്ടും ഡോറ് തുറക്കാനായിട്ട് പോകുമ്പോൾ ഹരി അവളെ പിടിച്ച് മാറ്റി കൈ പിടിച്ച് വലിച്ച് അങ്ങോട്ട് തള്ളി മറിക്കുകയാണ്. ആകെ വേച്ചു പോവുകയാണ് അലീനയ്ക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയൊക്കെ തോന്നുകയാണ്. ആകെ ശരീരം തളരുന്നത് പോലെയും തല കറങ്ങുന്നത് പോലെയൊക്കെ ആകെ അവശതയായി പോവുകയാണ് അലീന ആ ഇതുകൊണ്ട് പേടിച്ചിട്ട് ആ രോഹിത്തിനെ നീ എന്താടാ മഹാഭാബി ചെയ്തത് എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ തലങ്ങും വിലങ്ങും തല്ലുന്നുണ്ട് കേട്ടോ. വളരെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് രോഹിത്. ആ സമയത്ത് ഹരി വന്നിട്ട് അടങ്ങി നിൽക്കടിയെന്നും പറഞ്ഞിട്ട് അലീനയുടെ കൈ പിടിച്ചിങ്ങനെ വെക്കുകയാണ്. അപ്പോൾ രോഹിത്താണെങ്കിൽ അലീനയ്ക്ക് ഇട്ട് തിരിച്ചും അടിക്കുന്നുണ്ട് കേട്ടോ. തന്നെ അടിച്ച ഇതുകൊണ്ട് ആ അടിയിൽ അലീന ആകെ അങ്ങനെ പേടിച്ചിട്ട് വീഴാൻ പോവുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തന്നെ അപകടപ്പെടുത്തുമെന്ന് അലീനയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവട്ടെ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. വാതിൽ കുറ്റിയിട്ടേക്കാണ്, ഇവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയുമില്ല. അങ്ങനെ രോഹിത്തും ഹരിയും കൂടെ അലീനയുടെ അടുത്തേക്ക് ഇങ്ങനെ അലീനെ പിടിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് അലീന പുറകോട്ട് പോവാണ്. അപ്പം കണ്ണിൽ ഇങ്ങനെ ബ്ലറായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് ഹരിയും രോഹിത്തും കൂടി തൻ്റെ നേരേക്ക് വരുന്നത്. അലീന ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ കൈ വെച്ച് തപ്പി അലീന പുറകോട്ട് പോകുമ്പോഴാണ് ആ സ്റ്റഡി ടേബിളിൻ്റെ അങ്ങോട്ടേക്ക് എത്തുന്നിട്ടാ. ആ സ്റ്റഡി ടേബിളിൻ്റെ അങ്ങോട്ട് എത്തുമ്പോൾ അലീനയുടെ കയ്യിലൊരു സാധനം കിട്ടുകയാണ്. ആ സ്റ്റഡി ടേബിളിൽ ഇരുന്ന രോഹിത്തിൻ്റെ ഒരു കത്രിക കിട്ടുകയാണ്. ആ കത്രിക എടുത്തിട്ട് അലീന ഇങ്ങനെ വീശുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്തോട്ട് വന്നാൽ ഞാൻ കുത്തുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ടും അവർക്ക് ചിരിയാണ് വരുന്നത്. നീ കുത്തടി എന്നൊന്ന് കാണട്ടെ എന്ന് പറയാണ്. കാരണം അവൾക്ക് ശരിക്കും ആളെ കാണാനോ അല്ലെങ്കിൽ ശരിക്ക് ബലം പിടിച്ച് കുത്താനോ ഒന്നും പറ്റില്ല. കാരണം രണ്ടാണുങ്ങളല്ലേ, അത് അവർക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് കേട്ടോ. അപ്പോൾ നീ കുത്തടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരടുത്തേക്ക് വരുമ്പോൾ അലീനയാണെങ്കിൽ സ്വയം രക്ഷയ്ക്കായിട്ട് തൻ്റെ തന്നെ ശരീരത്തിലേക്ക് ആ കത്രിക വെച്ച് ഒറ്റ കുത്തു കേട്ടോ. നിങ്ങളുടെയൊക്കെ മുന്നിൽ മാനം വിറ്റ് മാനം പോയി ജീവിക്കുന്നതിൽ നല്ലത് മരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അലീന ആ കത്രിക എടുത്തുകൊണ്ട് തൻ്റെ വയറ്റിലേക്ക് തന്നെ കുത്തുന്നത്. ഇത് കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് രോഹിത്തും ഹരിയും. കാരണം അലീനയിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം, ഇങ്ങനൊരു റിയാക്ഷൻ അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അലീന ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അലീന കത്രിക കൊണ്ട് തൻ്റെ വയറ്റിലേക്ക് തന്നെ ആഞ്ഞു കുത്തുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ രോഹിത്തും ഹരിയും ആകെ ഞെട്ടിപ്പോവാണ്, പേടിച്ച് പോവുക കേട്ടോ. അലീന അവളുടെ ശരീരത്തിലേക്ക് തന്നെ കുത്തി മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കര വലിയ വിഷയമായി മാറുന്ന അവർക്ക് മനസ്സിലാവുകയാണ്. ആകെ ഷോക്കായി പോവാണ് രോഹിത്തും ഹരിയും. ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു വെപ്രാളത്തിലാണ്. അലീന തൻ്റെ ശരീരത്തിലേക്ക് മുറിവേൽപ്പിച്ചിട്ട് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. വയറ്റിൻ്റെ ആ ഭാഗത്ത് നിന്നിട്ട് അവൾ കുത്തിയ മുറിവിൽ നിന്ന് രക്തം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആകെ ഭയന്ന് പോയി രോഹിത്ത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഹരിയോട് ചോദിക്കാൻ. ഹരിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും എന്ന് ഓർത്തിട്ട്. അപ്പോൾ വാ നമുക്ക് വേഗം പോവാം ഇവിടുന്ന് നിന്ന് ഹരി പറയുമ്പോൾ, എങ്ങോട്ട് പോകാൻ, ഇവളെ ഇവിടെ ഇട്ടോണ്ടോ, ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാൽ ഇവൾ ഈ റൂമിൽ കിടക്കുന്നതല്ലേ കാണത്തുള്ളൂ എന്ന് പറയുമ്പോൾ, എന്താടപ്പം എന്താ ചെയ്യുക ഹരി, നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ, ഇവളെവിടെ ഇട്ടുകൊണ്ട് പോകാനും പറ്റത്തില്ല, നമ്മളാകെ പെട്ടുപോകും എന്നൊക്കെ പറയാണ്. എന്താപ്പം ചെയ്യുക എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ അലീനയെ എങ്ങനെയെങ്കിലും ആ റൂമിൽ നിന്ന് പുറത്താക്കി ആണെന്നുള്ളൊരു ചിന്തയിലെത്തട്ടെ. അപ്പോൾ അലീന അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ തട്ടി തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ബോധം പോകുന്ന ആ ഒരു സമയം എത്തുമ്പോൾ കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവളെ ഇവിടുന്ന് റൂമിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിച്ചു. അവർ രണ്ടുപേരും കൂടെ പുറത്തോട്ട് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ അലീനെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കേട്ടോ. അതേസമയം വീണ്ടും കോളിംഗ് ബെല്ലടിക്കുന്നത് കേൾക്കട്ടെ. രണ്ടുപേരും ആകെ ഷോക്കായി പോവാണ്, ഹരിയും രോഹിതും. ആരാണിപ്പോൾ കോളിംഗ് ബെല്ലടിക്കുന്നതെന്ന് ഓർത്തിട്ട് അവർ ആകെ ഷോക്കായി പോവാണ്. അപ്പോൾ ഹരി കയറിയ ഉടനെ തന്നെ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരാണിപ്പോൾ കോളിംഗ് ബെല്ലടിക്കുന്നതെന്ന് ഓർത്തിട്ട് അവർ ആകെ ഷോക്കായി പോകണം. അപ്പോൾ ഹരി പറയുന്നുണ്ട്, നീ ഒന്ന് പോയി നോക്ക്. ഞാൻ പോയി നോക്കത്തില്ല, എനിക്ക് പേടിയാന്ന് പറയാണ് രോഹിത്. ആരാണെന്നൊന്ന് പോയി നോക്ക് എന്ന് പറയും. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ മോളെ കുഞ്ഞ് അലീന എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ആരാന്ന് നോക്ക് എന്ന് പറയാനായിട്ടാണ് വിളിക്കുന്നത്.
അങ്ങനെ രോഹിത്ത് പോയി കഥക് തുറക്കുമ്പോൾ മനുവാണ് നിൽക്കുന്നത് കേട്ടോ. മനുവിനെ കണ്ടിട്ട് രോഹിത്ത് ആകെ ഷോക്കായി പോവാണ്. അപ്പോൾ മനു ആണെങ്കിൽ ഹരി ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടിട്ട് പുറകെ വന്നതാട്ടോ മനു. കടപ്പാട്ടൂരിലേക്ക് ആ വഴി റൂട്ടിൽ വരുന്നേ കണ്ടപ്പോൾ ഹരി വിളിക്കാറുണ്ടോയെന്നൊക്കെ രോഹിത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രോഹിത്ത് തർക്കുത്തരം പോലെയല്ലേ സംസാരിച്ചത്. അപ്പോൾ അത് കാരണം ഹരി വരുന്നത് പോലെ തോന്നിയിട്ടാണ് മനു വന്നേക്കുന്നത്. അപ്പോൾ കഥക് തുറന്ന സമയത്ത് തന്നെ രോഹിത്തിൻ്റെ ഈ വെപ്രാളം കണ്ടിട്ട് എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ രോഹിത്ത്. നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അപ്പോൾ അങ്ങനെ മനു അകത്തേക്ക് കയറുമ്പോൾ മുത്തശ്ശി വിളിക്കുന്നുണ്ട്, മോളെ അലീനെ ആരാ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനാണ് മുത്തശ്ശി, മനു ആണെന്ന് പറയണേ. ആ മനു ആണോ, അലീന എവിടെ മോനെന്ന് ചോദിക്കുമ്പോൾ അലീന മുത്തശ്ശിയുടെ അടുത്തില്ലേന്ന് ചോദിക്കണം. ഇല്ല ഇവിടെ ഇല്ല, അലീനയെ രോഹിത്ത് വിളിച്ചിട്ട് അവൾ മുകളിലേക്ക് കയറിപ്പോയതാണ്, ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നില്ല എന്ന് പറയണം. അപ്പോൾ രോഹിത്തിൻ്റെ അടുത്ത് തിരിഞ്ഞ് ചോദിക്കുന്നുണ്ട് മനു അലീന എവിടെയെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല എന്ന് പറയട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് ഹരി ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മനുവേട്ടാ ഇങ്ങോട്ട് വന്നില്ല, സത്യം പറഞ്ഞാൽ കള്ളം പറയണ്ട, ഹരി ഇങ്ങോട്ട് വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മനുവേട്ടാ എന്ന് പറയട്ടോ. അപ്പോൾ റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുമ്പോൾ മനു മുകളിലേക്ക് നോക്കുന്നുണ്ട്. ആരോ റൂമിലെന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല മനുവേട്ടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു വേഗം മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് ചെന്നിട്ട് നോക്കുമ്പോൾ മനു കാണുന്നത് രോഹിത്തിൻ്റെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കുത്തേറ്റുകൊണ്ട് അലീന കിടക്കുന്ന കേട്ടോ. അതിൻ്റെ സൈഡിൽ മറിഞ്ഞ് നിൽക്കുന്ന ഹരിയും കാണുകയാണ്. എന്താണ് നിങ്ങൾ ഇവളെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെയും കോളറിനെ പിടിച്ചിട്ട് മനു ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേസമയം അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് അലീന എന്ത് പറ്റി എന്ന് വിളിച്ചു നോക്കുമ്പോൾ അലീന ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഒന്നും സംസാരിക്കുക ഒന്നും പറയുന്നില്ല. വയറ്റിലാണെങ്കിൽ ഇങ്ങനെ ആ കത്രിക കുത്തിയിറക്കിയതും കാണുന്നുണ്ട്. പെട്ടെന്ന് മനു അവളെ കോരിയെടുത്തുകൊണ്ട് പെട്ടെന്ന് താഴേക്ക് ചെല്ലുകയാണ്. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്നും പറഞ്ഞിട്ട് അവളെയും കൊണ്ടിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് മനു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് മനു. കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് മനു ബാലചന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് ഇങ്ങനെ അപകടം പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയാണ്. ബാലചന്ദ്രനും ആകെ ടെൻഷനാണ്. ബാലചന്ദ്രനും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ മനു ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയാണ്, മനു കണ്ട കാര്യങ്ങളൊക്കെ പറയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ഹരിക്കും രോഹിത്തിനും അലീനയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ. ഹരിയും രോഹിത്തും എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ സ്വയം കുത്തിയതായിട്ടാണ് തോന്നുന്നത് എന്ന് മനു പറയുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനാകെ തകർന്ന് പോവാണ്. രോഹിത്തും ഈ കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലായതോട് കൂടിയിട്ട് മുത്തശ്ശിയാണെങ്കിൽ അലീനയെന്ന് വിളിച്ചിട്ട് ഒരു അനക്കവും കേൾക്കുന്നില്ല കേട്ടോ. ഇവിടെ മനുവിനെ വിളിക്കുന്നുണ്ട്, മനുവിനെയും ഒച്ചപ്പാടും ബഹളവും ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഹരിയും രോഹിത്താണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തിട്ടുണ്ടായിട്ടാ. അങ്ങനെ പിന്നെ ബാലചന്ദ്രൻ വേഗം വൈജയന്തിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വീട്ടിൽ അമ്മ തനിച്ചാണ്, മക്കൾ വരുമ്പോൾ ആരുമില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ വൈജയന്തി പെട്ടെന്ന് ബാങ്കിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. മക്കളൊക്കെ വീട്ടിൽ നിന്ന് എത്തുന്നതിന് മുൻപ് അങ്ങനെ വൈജയന്തി വീട്ടിലെത്തുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത്, ഇവിടെ ആരുമില്ലല്ലോ, മനു വന്നിരുന്നു, പിന്നെ മനുവിനെയും കാണാനില്ല, അലീനയും കാണാനില്ല, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, എന്താ ഇവിടെ ഉണ്ടായതെന്ന് എനിക്കൊന്നും അറിയത്തില്ല എന്ന് വൈജയന്തി പറയുകയാണേ. ആ സമയത്ത് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്കൊന്നും വൈജയന്തിയോട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വൈജയന്തി മുത്തശ്ശി പറയുന്നുണ്ട് നീ ബാലനെ ഒന്ന് വിളിച്ചു നോക്കി എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുകയാണ്. അലീനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് മാത്രം എന്നോട് ബാലചന്ദ്രൻ പറഞ്ഞു എന്ന് പറയാണ് വൈജയന്തി കേട്ടോ. അലീനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു, അലീനയ്ക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല എന്ന് പറയാണ് വൈജയന്തി. നീ ബാലനെ ഒന്ന് വിളിച്ചു നോക്ക്, അവനോടൊന്ന് കാര്യങ്ങൾ ചോദിക്കുക, എനിക്ക് അറിയാഞ്ഞിട്ട് ഭയങ്കര വിഷമം സങ്കടം എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെ പറയാട്ടോ. എന്തറിയാനാണ്, അവൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടി തടഞ്ഞ് വീണിട്ടുണ്ടാവും, അതിന് വേണ്ടിയിട്ട് മനു എടുത്തുകൊണ്ട് ഓടിയതായിരിക്കും എന്നൊക്കെ പറയണേ വൈജയന്തിട്ടാ. നീ ഒന്ന് ഒന്ന് വിളിച്ച് അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ ബാലചന്ദ്രനെ വിളിക്കുകയാണ് വൈജയന്തി. അപ്പോഴാണ് ബാലചന്ദ്രൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് വൈജയന്തിയോട്. അതൊക്കെ കൂടി കേട്ടിട്ട് വൈജയന്തി ആകെ ഷോക്കായി പോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഹോസ്പിറ്റലുകാർ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അബദ്ധത്തിൽ ഇങ്ങനെ കൊണ്ടതാണ് എന്നുള്ള രീതിയിലാണ് കേട്ടോ പറയുന്നത്. കാര്യങ്ങളൊന്നും ശരിക്കും പറയുന്നില്ല. അങ്ങനെ അപ്പോൾ അവരെന്താണെങ്കിലും പോലീസിൽ അറിയിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അതിൻ്റെ ആവശ്യമുണ്ട്, ഇത് ഞങ്ങളുടെ ഒരു റൂളാണെന്ന് പറയുന്നത്. അങ്ങനെ ഹോസ്പിറ്റലുകാർ പോലീസിൽ അറിയിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനൊരു കേസ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. പിന്നെ അലീനയുടെ ആ മുറിവ് വലിയ ആഴത്തിലുള്ളതായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് വലിയ അപകടമൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. വലിയ ആഴത്തിലുള്ള മുറിവാവാത്തത് കാരണം തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർമാർ പറയുന്നുണ്ട് ചെറുതായിട്ട് ഒരു മയക്ക് അകത്ത് കയറിയിട്ടുണ്ട്, അതിൻ്റെ ഒരു മയക്കം ഒരു ക്ഷീണം മാത്രമേ ഉള്ളൂ. പിന്നെ മുറിവ് അത്ര സീരിയസ് അല്ല, അത് ജസ്റ്റ് 2 സ്റ്റിച്ചിൻ്റെ ആവശ്യമുള്ളൂ എന്നും പറയുന്നുണ്ട്.
ഒരുപാട് ബ്ലഡൊന്നും പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരും, എന്തായാലും 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമെന്ന് പറയാണ് ഡോക്ടേഴ്സ്. അങ്ങനെ എന്താണെങ്കിലും അലീനയുടെ മൊഴി എടുക്കാനായിട്ട് പിന്നീട് പോലീസ് വരുമ്പോൾ അലീന പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. രോഹിത്തിൻ്റെയും ഹരിയുടെയും പേരൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സ്റ്റോറിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.